MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. നോണച്ചാൽത്തോട് കയ്യേറ്റമൊഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPIയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. 24-ാം ഡിവിഷൻ ചെമ്മീൻസ് വാട്ടർ അതോറിറ്റിക്ക് സമീപമുള്ള നോണച്ചാൽത്തോട് കയ്യേറിയതുകൊണ്ട് പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണെന്നും വർഷങ്ങളായി നിലനിരുന്ന കോർപ്പറേഷൻ തോട് കയ്യേറ്റം നടത്തിയത് കാരണം പ്രദേശവാസികൾ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും SDPI ആരോപിച്ചു. നഗരസഭാ അധികാരികളും താലൂക്ക് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരും വിഷയത്തിൽ വലിയ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും സമരക്കാർ പറഞ്ഞു. ഈ തോട് പുനഃസ്ഥാപിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പരിസരവാസികൾ നിരവധി തവണയായി കളക്ടറേറ്റിലും താലൂക്ക് സർവേറിനടുത്തും തഹസിൽദാറിനടുത്തും RDOയുടെ അടുത്തും കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനടുത്തും ഒരു 3 മാസത്തോളം കാലമായി ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നു. ഞങ്ങൾക്ക് പട്ടിയുടെ വില പോലും ഈ പറയുന്ന അധികാരികൾ തരുന്നില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പരിസരവാസികളാണ് ഇതുമൂലം ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി മൂലം ഈ VJ ഹൈസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ആ പരിസരത്ത് എന്ത് പോക്കൃത്തരവും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യം അത് അനുവദിച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ കൊച്ചി നിവാസികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രസ്തുത തോട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏതറ്റവും വരെയും സമരം ചെയ്യാൻ തയ്യാറാണ്. അത് അധികാരികളെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ട് കൊച്ചി MLA KJ മാക്സിസ്, സബ് കളക്ടർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. കൊച്ചി എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ തിങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഒരു കാനയിലൂടെ പോകുന്ന വെള്ളം അടിഞ്ഞുകൂടിയാൽ തന്നെ അവിടെ വല്ലാത്തൊരു പ്രയാസത്തിലും ബുദ്ധിമുട്ടും നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഒരു വലിയൊരു തോട് കയ്യേറിയിട്ട് അത് പൊതുമുതലായി കൈവശപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെയും ജനാധിപത്യ സമൂഹങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഒരു 2-3 മാസം മുമ്പ് ആ പ്രദേശത്തുള്ള ഈ റിനിൽ സാമുകൾ ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദരന്മാർ പാർട്ടിയെ സമീപിക്കുകയും ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല, പോവാത്ത രാഷ്ട്രീയക്കാരില്ല, അധികാരികളില്ല, ഞങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളടുത്ത് വരുമ്പോൾ ന്യായമായും ഞങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പഠിക്കുകയും നൂറുകണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തോപ്പുംപടി സിറ്റി കമ്മിറ്റി ഫോർട്ട് കൊച്ചി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വെള്ളക്കെട്ട് കാരണം ദുരിതമനുഭവിക്കുന്ന ഇരകൾക്ക് നീതി ലഭിക്കുന്നവരെ സമര പോരാട്ടം തുടരുമെന്നും ഇവർ പറഞ്ഞു. ധർണ SDPI മണ്ഡലം കമ്മിറ്റി അംഗം നവാസ് കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. മനാഫ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. CS യാദ് സ്വാഗതം ആശംസിച്ചു. STT ഏരിയ പ്രസിഡന്റ് അനീഷ് പട്ടാഞ്ചേരി, കുഞ്ഞുമോൾ സ്റ്റീഫൻ, റെനി സാമുവൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശങ്ങളിൽ ഒട്ടനവധി കയ്യേറ്റങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കയ്യേറ്റങ്ങൾ നടത്തുന്ന ആളുകളുടെ രാഷ്ട്രീയ സാമ്പത്തിക ശേഷി അനുസരിച്ച് ആ കയ്യേറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.